നമസ്കാരം. ഇന്ത്യൻ പ്രതിരോധ മേഖല പുതുവഴികൾ തേടുകയാണ്. ഏറ്റവും വലിയ ആയുധ ഇറക്കുമതിക്കാരൻ എന്ന നിലയിൽ നിന്ന് ഇന്ത്യ ഇപ്പോൾ ഏറ്റവും വലിയ ആയുധ കയറ്റുമതിക്കാരുടെ മുൻനിരയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി ആദ്യമായി 21,000 കോടി രൂപയിലെത്തി. LCA തേജസ്, ബ്രഹ്മോസ് മിസൈൽ, ലൈറ്റ് കോമ്പാക്ട് ചോപ്പറുകൾ, പിനാക്ക MLRS, ആകാശ് സർഫേസ് ടു എയർ മിസൈലുകൾ തുടങ്ങിയവ ഉൾപ്പെടുന്ന വലിയ ആയുധങ്ങൾ കയറ്റുമതി ഇരട്ടിയാക്കാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യൻ പ്രതിരോധ മേഖല. ലോകമെമ്പാടുമുള്ള പ്രതിരോധ വ്യവസായങ്ങളുടെ പ്രധാന ലക്ഷ്യം സൈനിക കയറ്റുമതിയാണ്. ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് വ്യവസായത്തിന്റെ വളർച്ചയ്ക്കും വികസനത്തിനും വിപുലീകരണത്തിനും സർക്കാർ ധനസഹായത്തെ ആശ്രയിക്കാതെ പ്രതിരോധ ഗവേഷണത്തിനും വികസനത്തിനും ഉൽപാദനത്തിനും സ്വതന്ത്രമായി പിന്തുണ നൽകുക എന്നുള്ളതാണ്. തൽഫലമായി വികസിത രാജ്യങ്ങളിലെ പ്രതിരോധ വ്യാവസായിക അടിത്തറയുടെ ഭൂരിഭാഗവും പ്രതിരോധ കയറ്റുമതിയെ ആശ്രയിച്ചിരിക്കുന്നു. പ്രധാന 10 പ്രതിരോധ കയറ്റുമതിക്കാർ വടക്കേ അമേരിക്കയിൽ നിന്നും പടിഞ്ഞാറൻ യൂറോപ്പിൽ നിന്നുമാണുള്ളത്. 2019 മുതൽ 2023 വരെ ആഗോള പ്രതിരോധ കയറ്റുമതിയുടെ 72% അമേരിക്കയും പടിഞ്ഞാറൻ യൂറോപ്പിൽ നിന്നുമാണ്. പ്രതിരോധ കയറ്റുമതി ഒരു രാജ്യത്തിന് സാമ്പത്തിക നേട്ടങ്ങൾ നൽകുകയും മറ്റു രാജ്യങ്ങളുമായുള്ള നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്യുന്നു. ആഭ്യന്തര പ്രതിരോധ വ്യാവസായിക അടിത്തറയുള്ള രാജ്യങ്ങൾ പലപ്പോഴും സൗഹൃദ രാജ്യങ്ങളിലേക്ക് ആയുധങ്ങൾ കയറ്റുമതി ചെയ്യാൻ തയ്യാറാവുന്നുണ്ട്. റിപ്പോർട്ടുകൾ പരിശോധിക്കുകയാണെങ്കിൽ 2024 കണക്കനുസരിച്ച് നിലവിൽ 66 രാജ്യങ്ങൾ ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്നു. അമേരിക്ക, ഫ്രാൻസ്, റഷ്യ, ചൈന, ജർമ്മനി എന്നിവയാണ് ആഗോള പ്രതിരോധ കയറ്റുമതിയുടെ 75% സംഭാവന ചെയ്യുന്ന ആദ്യത്തെ 5 ആയുധ കയറ്റുമതിക്കാർ. ഈ നിരയിലേക്കാണ് ഇന്ത്യ ഇപ്പോൾ എത്താൻ പോകുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ദക്ഷിണ കൊറിയയും തുർക്കിയും പോലുള്ള രാജ്യങ്ങൾ പ്രതിരോധ കയറ്റുമതിക്കാരുടെ പ്രത്യേക നിരയിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ആഗോള ആയുധ കയറ്റുമതി പട്ടികയിൽ സ്ഥാനമുറപ്പിക്കാൻ ഇന്ത്യയും ശ്രമിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രതിരോധ കയറ്റുമതിയിൽ 2015 മുതൽ ഇന്ത്യൻ പ്രതിരോധ മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തു. 2015 മുൻപ് ഇന്ത്യൻ പ്രതിരോധ വ്യവസായം പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഇന്ത്യൻ സായുധ സേനയുടെ ആഭ്യന്തര ആവശ്യങ്ങൾ നിറവേറ്റുന്നതിലാണ്. അതുകൊണ്ട് തന്നെ പ്രതിരോധ കയറ്റുമതി വളരെ കുറവായിരുന്നുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2015 ശേഷം കയറ്റുമതിയിൽ വൻ കുതിപ്പാണ് ഉണ്ടായിരിക്കുന്നത്. 2014-15 കയറ്റുമതി വെറും 1941 കോടി രൂപയായിരുന്നു. എന്നാൽ ഇത് 2023-24 21,083 കോടി രൂപയിലെത്തി. നിലവിൽ 84 രാജ്യങ്ങളിലേക്കാണ് ഇന്ത്യൻ പ്രതിരോധ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നത്. പെട്രോളിംഗ് വെസലുകൾ, ലോ ബാൻഡ് റഡാറുകൾ, ടാങ്ക് വിരുദ്ധ ആയുധങ്ങൾ, കവചിത വാഹനങ്ങൾ, ടോർപിഡോകൾ, ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ, ചെറിയ ആയുധങ്ങൾ, പീരങ്കി തോക്കുകൾ, റോക്കറ്റ് ലോഞ്ചറുകൾ, സെൻസറുകൾ തുടങ്ങിയ പ്രതിരോധ ഹാർഡ്വെയർ ഇതിൽ ഉൾപ്പെടുന്നു. നാവികസേനയ്ക്കായും ഇന്ത്യ നിരവധി കപ്പലുകൾ രൂപകൽപ്പന ചെയ്യുകയും നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട്. അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ ഉൾപ്പെടെ ഇന്ത്യയുടെ ആയുധങ്ങൾ വാങ്ങാൻ മുൻനിരയിലുണ്ട് എന്നത് ഇന്ത്യൻ പ്രതിരോധ മേഖലയിലെ വികസനത്തെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. തെക്കേ അമേരിക്കൻ രാജ്യമായ ഗയാനയ്ക്ക് ഇന്ത്യ നിർമ്മിച്ച 2 ഡോർണിയർ 220 വിമാനങ്ങൾ നേരത്തെ തന്നെ കൈമാറിയിരുന്നു. ഗയാനയുടെ പ്രതിരോധ സേനയ്ക്കായാണ് വിമാനങ്ങൾ നൽകിയത്. 2022-23 യൂണിയൻ ബജറ്റ് അനുസരിച്ച് പ്രതിരോധ ഗവേഷണ വികസനത്തിന് ബജറ്റിന്റെ 25% സ്വകാര്യ വ്യവസായത്തിനും സ്റ്റാർട്ടപ്പുകൾക്കുമായി നീക്കിവച്ചിരിക്കുന്നു. ഇത് ഇന്ത്യയിൽ പുതിയ പ്രതിരോധ സാങ്കേതിക വിദ്യകളുടെ നവീകരണത്തിന് വഴിയൊരുക്കും. 2022 ഒക്ടോബർ വരെ പ്രതിരോധ മേഖലയിൽ പ്രവർത്തിക്കുന്ന 366 കമ്പനികൾക്ക് മൊത്തം 595 വ്യാവസായിക ലൈസൻസുകൾ നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിനിടെ പ്രതിരോധ കയറ്റുമതി 334% വർദ്ധിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തികളിൽ ഒന്നായ ചൈനയ്ക്കും അതിർത്തി കടന്നുള്ള ഭീകരവാദം തുടർക്കഥയാക്കുന്ന പാകിസ്ഥാനും ചുട്ട മറുപടി കൊടുക്കാൻ ഇന്ത്യൻ പ്രതിരോധ മേഖല ഇനിയും ശക്തമാകട്ടെ. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.